അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ മഹനീയ ഈ ശുശ്രൂഷയിൽ എനിക്കും പങ്കെടുക്കുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തോത്രം കരയറ്റുന്നു. ഈ മഹനീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ടി.ജി. സാമുവൽ അവർകൾ, അതുപോലെ തന്നെ ആദരണീയരായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റ് ദൈവദാസന്മാർ, ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജർമ്മനിയിലുള്ള അഡോണ ഇൻ്റർനാഷണൽ ചേർച്ചിൻ്റെ കീഴിലുള്ള സ്നേഹത്തെയും ആദരവുകളെയും വന്ദനത്തെയും ഇത്തരത്തിൽ അറിയിക്കുന്നു. ശുശ്രൂഷയ്ക്ക് എനിക്ക് പ്രകാരം ഒരു അവസരം നൽകിയതിനാൽ ഞാൻ കർത്താവിനെ സ്തോത്രം കരയറ്റുന്നു. എന്നാൽ അതിനു മുൻപായി 2020 എൻ്റെ പഠനത്തിന് ശേഷം എൻ്റെ ബുക്ക് പ്രസിദ്ധീകരിപ്പാനിടയായിത്തീരുന്നു. അത് ഇപ്പോൾ പ്രിയ ബഹുമാനപ്പെട്ട ദൈവദാസൻ റവറൻഡ് ടി.ജി. സാമുവൽ അവറുകൾ നമുക്ക് വേണ്ടി പ്രകാശനം ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ ഐസക് എൽസദാനം ജർമ്മനിയിലാണ് അദ്ദേഹത്തിൻ്റെ ഉപരിപഠനത്തിനായിട്ട് പോയത്. അവിടെയാണ് അദ്ദേഹം ഫിലോസഫിയിൽ PhD എടുത്തിട്ടുള്ളത്. നമ്മുടെ പാസ്റ്റർ എൽസദാനത്തിൻ്റെ മകനാണ്. പാസ്റ്റർ എൽസദാനം എവിടെയാണ് ഇരിക്കുന്നത്? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഇല്ല, അദ്ദേഹത്തിൻ്റെ മകനാണ് ഐസക് എൽസദാനം. ജർമ്മനി പ്രോട്ടസ്റ്റൻ്റ് നവീകരണത്തിൻ്റെ ആസ്ഥാനമാണ് എന്ന് നിങ്ങൾക്കറിയാം. മാർട്ടിൻ ലൂഥർ ജർമ്മനിയിലാണ് ഈ വിശ്വാസത്താലാണ് നീതീകരണം എന്ന ഏറ്റവും പ്രസിദ്ധമായ പ്രോട്ടസ്റ്റൻ്റ് തത്വം, ദൈവവചന തത്വം വിശദീകരിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വന്ന ഒരു പട്ടക്കാരൻ. അപ്പോൾ അന്ന് പറഞ്ഞ ആ ഉപദേശം, വിശ്വാസത്താലുള്ള നീതീകരണം, ഫെയ്ത്ത് ലോൺ, വിശ്വാസം മാത്രമാണ് നീതീകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞെങ്കിലും കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കത്തോലിക്ക സഭയും ഈ ലൂത്രൻ സഭകളും ഒക്കെ കൂടെ ചേർന്ന് ഒരു സന്ധി ഇടപാട് നടത്തി വിശ്വാസവും പ്രവൃത്തിയും കൂടെ വേണം എന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശകലനവും പഠനവുമാണ് ഡോക്ടർ ഐസക് തൻ്റെ PhD-യിലെ ഡിസർട്ടേഷനായിട്ട് സമർപ്പിച്ചത്. ആ വിശദീകരണങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഡിസർട്ടേഷനാണ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വേദശാസ്ത്ര പഠനം നടത്തുന്ന ആളുകൾക്ക് വളരെ പ്രയോജനകരമായ ഈ പുസ്തകം ഇംഗ്ലീഷിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവർക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലുള്ളവർക്കോ പ്രയോജനം ചെയ്യുന്ന ഈ കാര്യം, അതിനെ സംബന്ധിച്ചുള്ള പെന്തിക്കോസ്ത് വിശ്വാസം എന്നാണ് ഇതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിന് ജോയിൻറ്റ് ഡിക്ലറേഷൻ ഓൺ ദ ഡോക്ട്രിൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം സമർത്ഥിച്ചിരിക്കുന്നത് ഇതിൽ പെന്തിക്കോസ്ത് വിശ്വാസം എന്താണ്, നമ്മുടെ സ്റ്റാൻഡ് എന്നാണ് ഈ പുസ്തകം. ഡോക്ടർ ഐസക് വി മാത്യുവിന് ഈ പുസ്തകം കൊടുത്തുകൊണ്ട് ഈ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുകയാണ്. ഈ പുസ്തകം എല്ലാവരും വാങ്ങി പഠിക്കാൻ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും ഇത് സഹായമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മക്കൾക്ക് ഉപകരിക്കാം, നിങ്ങളുടെ സഭയിലെ വിദ്യാഭ്യാസമുള്ളവർക്ക് ഉപകരിക്കാം. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഡോക്ടർ ഐസക് എൽസദാനത്തിന് നല്ല ഒരു കയ്യടി നമ്മുടെ ഒരു സഹോദരൻ കൊടുത്താൽ. നമ്മുടെ പാസ്റ്ററുടെ മകൻ ജർമ്മനിയിൽ പോയി ഫിലോസഫി PhD എടുത്ത് ഇങ്ങനൊരു വേദശാസ്ത്ര ഗ്രന്ഥം പുറത്തു വന്നതിൽ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. God bless you. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നിന്ന് ഗ്രന്ഥകാരന്മാർ താരതമ്യേന വളരെ കുറവാണ്. ഞാനും PhD കഴിഞ്ഞതാണ്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഡോക്ടർ ഐസക് എൽസദാനം ഇങ്ങനൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വളരെ ദീർഘകാലത്തെ അധ്വാനമാണ് ഒരു ഡിസർട്ടേഷൻ എന്ന് പറയുന്നത്. എ പെന്റിക്കോസ്റ്റൽ വോയിസ് ഓൺ ദി ജോയിൻറ്റ് ഡിക്ലറേഷൻ ഓൺ ദ ഡോക്ട്രിൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നമ്മളെല്ലാവരും വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇത് വായിച്ച് കുറെ കൂടി ആഴമുള്ള തലങ്ങളിലേക്ക് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കരങ്ങളെ അടിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ബഹുമാന്യ ടി.ജി. സാമുവൽ സാറിനും ഡോക്ടർ ഐസക് വി. മാത്യു സാറിനും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.